കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നത് 5 വയസ്സുകാരിക്ക് പാമ്പുകടിയേറ്റു എന്നതാണ്. വെളിമണ്ണ തട്ടാഞ്ചേരി അൻസാബിന്റെ മകൾ ഫാത്തിമ അമറിനാണ് പാമ്പുകടിയേറ്റത്. വർഷ ഗിരീഷ് വിവരങ്ങളുമായി. വർഷ, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ പാമ്പുകടിയുടെ വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് താമരശ്ശേരിയിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരികയാണ്. വിവരങ്ങൾ. അതെ അനുജ, കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഇത് 4ാമത്തെ പാമ്പുകടിയേറ്റ സംഭവമാണ് താമരശ്ശേരിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന 5 വയസ്സുകാരിക്കാണ് പാമ്പുകടിയേറ്റത്. തട്ടാഞ്ചേരി അൻസാബിന്റെ മകൾ ഫാത്തിമ അമറിനാണ് പാമ്പുകടിയേറ്റത്. ഈ കുട്ടി ഈ മദ്രസ കഴിഞ്ഞ് മറ്റു കുട്ടികളോടൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് വയലിന് സമീപത്തെ റോഡിൽ വെച്ച് പാമ്പുകടിയേറ്റത്. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ഈ പാമ്പ് ശല്യം രൂക്ഷമാകുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി കാരാടിയിൽ വെച്ച് റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാവിന് പാമ്പുകടിയേറ്റിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ കോരങ്ങാട് വയലിൽ കളിക്കുകയായിരുന്ന 10 വയസ്സുകാരന് പാമ്പുകടിയേറ്റു. അത് സമാനമായ രീതിയിൽ തച്ചമ്പൊയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും പാമ്പുകടിയേറ്റു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാമ്പുകടി അല്ലെങ്കിൽ പാമ്പ് ശല്യം രൂക്ഷമാകുന്നു എന്നുള്ള ആശങ്ക നൽകുന്ന വിവരങ്ങളാണ് അനുജ പുറത്തു വരുന്നത്. അതാണ് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഒരു കുട്ടിക്ക് പാമ്പുകടിയേറ്റു എന്ന വാർത്ത. വർഷ ഗിരീഷാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.